കുടുംബശ്രീയുടെ സംസ്ഥാന കലോത്സവമാണ് അരങ്ങ് 2023 അല്ലേ? അരങ്ങ് ഒരുമയുടെ പലമ പഠിച്ചത് ഓർമ്മയുണ്ടോ? കുടുംബശ്രീയുടെ സംസ്ഥാനതല കലോത്സവം അരങ്ങ്. അപ്പോൾ 2023 ഈ ഒരു അരങ്ങ് 2023 വിജയികളായത് ആരാണ് എന്നാണ് ചോദ്യം. 4 ജില്ലകൾ തന്നിട്ടുണ്ട്: തൃശ്ശൂർ, പാലക്കാട്, കാസർഗോഡ്, മലപ്പുറം. അപ്പോൾ ഇതിൽ ആരാണ് അരങ്ങ് 2023 വിജയികളായതെന്നാണ് ചോദ്യം. ഹായ് ഓൾ, എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റാപ്പിഡ് 15 ചലഞ്ചിൻ്റെ മറ്റൊരു സെഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സെഷനുകൾ കഴിഞ്ഞു അല്ലേ? റാപ്പിഡ് 15 ചലഞ്ച് എന്ന് പറയുന്നത് പല ദിവസങ്ങളിലായിട്ട് നമ്മൾ പല എപ്പിസോഡുകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ സെഷനുകൾക്കും നിങ്ങളുടെ നിങ്ങളുടേതായിട്ടുള്ള പ്രതികരണങ്ങൾ കാണുന്നുണ്ട്. കുറേ കുട്ടികൾ ആൻസേഴ്സ് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചലഞ്ചുകൾ കറണ്ട് അഫെയർസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചലഞ്ചുകൾ, ക്വസ്റ്റ്യൻസ് വരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ നിങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമാക്കണം കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു റാപ്പിഡ് 15 ചലഞ്ച് മുടങ്ങാതെ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ പ്രിലിംസ് വരെയെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ കൊണ്ടുപോവുക. ഓക്കെ, ശരി. അപ്പം നമുക്ക് ഇന്നത്തെ ഈ ഒരു റാപ്പിഡ് 15 ചലഞ്ചിലെ 15 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ മറക്കണ്ട, എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസും കാണുമ്പോഴും എന്ത് ചെയ്യുക, ആൻസേഴ്സ് കമൻറ്റ് ചെയ്യുക. അവസാനം 15 എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഞങ്ങളെ അറിയിക്കുക. ഓക്കെ, ശരി. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ ഈ റാപ്പിഡ് 15 ചലഞ്ചിനകത്ത് നമുക്ക് കുറച്ച് 2023 ഫാക്റ്റുകൾ കൂടിയുണ്ട്. ഓക്കെ, നമുക്ക് എല്ലാ റിവിഷൻ ചെയ്യണമല്ലോ. നോക്കിക്കേ, ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: 2023 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ലോസ് ഏഞ്ചൽസിൽ മികച്ച ചിത്രത്തിനുള്ള ഗ്രാൻഡ് ജൂറി അവാർഡ് നേടിയ മലയാള ചിത്രം ഏതാണ്? അപ്പം ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ലോസ് ഏഞ്ചൽസിൽ ഒരു മലയാള ചിത്രം അല്ലേ മികച്ച ചിത്രത്തിനുള്ള ഗ്രാൻഡ് ജൂറി അവാർഡ് നേടിയിട്ടുണ്ട്. അപ്പോൾ അത് ഏത് സിനിമയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആട്ടമാണ്. ആട്ടം എന്ന് പറയുന്നത് ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത സിനിമയാണ് ആട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആട്ടം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാണ് അല്ലേ? കാരണം നമ്മുടെ 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് മലയാള ചിത്രമായിട്ടുള്ള ആട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആട്ടം എന്ന് പറയുന്ന ചിത്രത്തിനാണ് 2023 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ലോസ് ഏഞ്ചൽസിൽ മികച്ച ചിത്രത്തിനുള്ള ഗ്രാൻഡ് ജൂറി അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ശരി. അടുത്തത് നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: 2024 ദേശീയ യുവജനോത്സവത്തിൻ്റെ വേദി എവിടെയാണ്? 2024 ദേശീയ യുവജനോത്സവത്തിൻ്റെ വേദി. 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ഓപ്ഷനിൽ നിന്ന് എന്ത് ചെയ്യുക, ആൻസറിലേക്ക് എത്തുക. ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, മഹാരാഷ്ട്രയിലെ നാസിക് ആണ്. മഹാരാഷ്ട്രയിലെ നാസിക് ആണ് 2024 ദേശീയ യുവജനോത്സവത്തിൻ്റെ വേദി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എല്ലാ വർഷവും ദേശീയ യുവജന ദിനവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് നടക്കാറുണ്ട്? ദേശീയ യുവജനോത്സവം നടക്കാറുണ്ട് അല്ലേ? നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ നടക്കാറുണ്ട്. നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ. അപ്പോൾ ഈ നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ വേദി എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കാം. 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ വേദി എന്ന് പറയുന്നത് ലക്നൗ ആയിരുന്നു. ഉത്തർപ്രദേശിലെ ലക്നൗ ആയിരുന്നു 2020 നമ്മുടെ ദേശീയ യുവജനോത്സവത്തിൻ്റെ വേദി എന്ന് പറയുന്നത്. 2021 നടന്നിട്ടുണ്ടായിരുന്ന വെർച്വൽ ആയിരുന്നു ഡ്യൂ ടു COVID-19 കേട്ടോ. COVID-19 കാരണം ആ വർഷത്തെ യുവജനോത്സവം നടന്നിട്ടുണ്ടായിരുന്നത് വെർച്വൽ മീറ്റിംഗ് ആയിട്ടായിരുന്നു. ഇനി 2022 മീറ്റിംഗ് നടന്ന എവിടെ വെച്ചാണെന്ന് നോക്കിക്കേ, പുതുച്ചേരി ആയിരുന്നു 2022 നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ വേദി എന്ന് പറയുന്നത്. എവിടെയായിരുന്നു വേദി? പുതുച്ചേരി. ഇനി 2023 നോക്കിക്കേ, കർണാടകയിലെ ധാർവാഡായിരുന്നു 2023 നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ വേദി എന്ന് പറയുന്നത്. കർണാടകയിലെ ധാർവാഡാണ്. ഇനി 2024 വേദി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് ആണ്.
മഹാരാഷ്ട്രയിലെ നാസിക്കാണ് 2024 നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ വേദി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഒന്ന് നോക്കി വെക്കണം കേട്ടോ. നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ 2021 പിന്നെ വെർച്വൽ മീറ്റിംഗ് ആയതുകൊണ്ട് അത് വലിയ നമുക്ക് പ്രശ്നം വരത്തില്ല. 22-23 ഓർത്തിരിക്കണം. 23 പുതുച്ചേരി, 23 വന്നിട്ട് ധാർവാഡ്, കർണാടകയിലാണ് ധാർവാഡ്, 24 മഹാരാഷ്ട്രയിലെ നാസിക്കാണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനും കഴിഞ്ഞു. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കുടുംബശ്രീയുടെ സംസ്ഥാന കലോത്സവമാണ് അരങ്ങ് 2023 അല്ലേ? അരങ്ങ് ഒരുമയുടെ പലമ പഠിച്ചത് ഓർമ്മയുണ്ടോ? കുടുംബശ്രീയുടെ സംസ്ഥാനതല കലോത്സവം അരങ്ങ്. അപ്പോൾ 2023 ഈ ഒരു അരങ്ങ് 2023 വിജയികളായത് ആരാണ് എന്നാണ് ചോദ്യം. 4 ജില്ലകൾ തന്നിട്ടുണ്ട്: തൃശ്ശൂർ, പാലക്കാട്, കാസർഗോഡ്, മലപ്പുറം. അപ്പോൾ ഇതിൽ ആരാണ് അരങ്ങ് 2023 വിജയികളായതെന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ വന്നിട്ട് കാസർഗോഡാണ് കേട്ടോ, കാസർഗോഡാണ്. അപ്പോൾ നമ്മുടെ അരങ്ങ് 2023 അരങ്ങ് 2023 ഒരുമയുടെ പലമ എന്ന് പറയുന്ന സംസ്ഥാന കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയത് കാസർഗോഡാണ്. 2ാം സ്ഥാനം കോഴിക്കോടിനായിരുന്നു. 3ാം സ്ഥാനം കണ്ണൂരിനായിരുന്നു. ഓക്കെ, അപ്പം 1ാം സ്ഥാനം കാസർഗോഡ്, 2ാം സ്ഥാനം കോഴിക്കോട്, 3ാം സ്ഥാനം കണ്ണൂർ, വേദി തൃശ്ശൂരായിരുന്നു. 2023 അരങ്ങ് കലോത്സവത്തിൻ്റെ വേദി തൃശ്ശൂരായിരുന്നു. തൃശ്ശൂരിന് 4ാം സ്ഥാനമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ 3ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. എത്ര പേർക്ക് കിട്ടി എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പറയുക. ദെൻ 4ാമത്തെ ചോദ്യം. 2023 ഫിഫ അണ്ടർ 20 ലോകകപ്പ് കിരീട ജേതാക്കൾ. 2023 ഫിഫ അണ്ടർ 20 ലോകകപ്പ് കിരീട ജേതാക്കൾ ആരാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം നമുക്ക് അർജന്റീന തന്നിട്ടുണ്ട്, ഉറുഗ്വേ തന്നിട്ടുണ്ട്, സ്പെയിൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പോർച്ചുഗൽ തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ 2023 അണ്ടർ 20 ലോകകപ്പ് കിരീട ജേതാക്കൾ എന്ന് പറയുന്നത് ആരാണ്? ഉറുഗ്വേ ആണ്. ഉറുഗ്വേ ആണ് 2023 ഫിഫ അണ്ടർ 20 ലോകകപ്പ് കിരീട ജേതാക്കൾ എന്ന് പറയുന്നത്. ഫൈനലിൽ ഉറുഗ്വേ ഇറ്റലിയാണ് പരാജയപ്പെടുത്തിയത്. ഫൈനലിൽ ഉറുഗ്വേ പരാജയപ്പെടുത്തിയത് ആരാണ്? ഇറ്റലിയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഉറുഗ്വേക്ക് ഇതുപോലെ ഫിഫ അണ്ടർ 20 ലോകകപ്പ് കിരീടം എന്ത് ചെയ്യുന്നത്, ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2023 ഫിഫ അണ്ടർ 20 ലോകകപ്പ് കിരീട ജേതാക്കൾ ഉറുഗ്വേ, 2ാം സ്ഥാനം ഇറ്റലിക്കാണ്. ഇനി നോക്കിക്കേ, 3ാം സ്ഥാനം ആർക്കായിരുന്നു എന്ന് ചോദിച്ചാൽ ഇസ്രായേലിനാണ്. ഇസ്രായേലിന് 3ാം സ്ഥാനവും അതുപോലെ തന്നെ ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തിയാണ് ഇസ്രായേൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഓക്കെ, ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇസ്രായേൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഇനി നമ്മുടെ 2023 ഈ ഫിഫ അണ്ടർ 20 ലോകകപ്പ് കിരീടത്തിൻ്റെ അല്ലെങ്കിൽ ലോകകപ്പ് മത്സരം നടന്ന വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അർജന്റീന ആയിരുന്നു വേദി എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വേദി പഠിച്ചു വെച്ചേക്കണം. ഫിഫ അണ്ടർ 20 വേൾഡ് കപ്പ് വേദി എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അർജന്റീന. 2023 ഫിഫ അണ്ടർ 20 വേൾഡ് കപ്പ് വേദി എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അർജന്റീന. ജേതാക്കൾ ഉറുഗ്വേ ആണ്. ഓക്കെ, അപ്പം നമ്മുടെ 4 ചോദ്യങ്ങളായി. 5ാമത്തെ ചോദ്യം നോക്കാം. വിംബിൾഡൺ 2023 പുരുഷ സിംഗിൾസ് ഫൈനൽ കിരീടം നേടിയത് ആരാണ്? 2023 വിംബിൾഡൺ, ഇത് ഒരു PQ ആണ് കേട്ടോ. പുരുഷ സിംഗിൾസ് ഫൈനൽ കിരീട ജേതാവ് ആരാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്തോളൂ. അപ്പം നമുക്ക് ആൻസർ നോക്കാം. സ്പാനിഷ് താരമായിട്ടുള്ള കാർലോസ് അൽക്കാരസ് ആണ്. 2023 വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവെന്ന് പറയുന്നത് കാർലോസ് അൽക്കാരസ്. അപ്പോൾ ഇദ്ദേഹം ആരെയാണ് പരാജയപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ നൊവാക് ജോക്കോവിച്ചിനെയാണ്. സെർബിയൻ താരമായിട്ടുള്ള ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തിയാണ് 2023 വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം ആര് നേടിയിട്ടുണ്ടായിരുന്നത്? കാർലോസ് അൽക്കാരസ് നേടിയിട്ടുണ്ടായിരുന്നത്. ഇനി നോക്കിക്കേ, ഗ്രാൻഡ് സ്ലാമിൽ അൽക്കാരസിൻ്റെ 2ാം കിരീടമാണ് 2023 വിംബിൾഡൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാൻഡ് സ്ലാമിൽ അൽക്കാരസിൻ്റെ 2ാമത്തെ കിരീടമാണ് ആർക്ക് ലഭിച്ചത്? അൽക്കാരസിന് ലഭിച്ചത്. കഴിഞ്ഞ വർഷം 2022 US ഓപ്പൺ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. 2022 US ഓപ്പൺ ആർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു? അൽക്കാരസിന്
ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വിംബിൾഡണിലെ പ്രായം കുറഞ്ഞ മൂന്നാമത്തെ ജേതാവെന്ന നേട്ടവും ആർക്ക് തന്നെയാണ്? അൽക്കാരസിന് തന്നെയാണ്. വിംബിൾഡൺ നേടിയ പ്രായം കുറഞ്ഞ മൂന്നാമത്തെ ജേതാവ്. ഇനി 2023 വിംബിൾഡൺ വനിതാ കിരീട ജേതാവിനെ കൂടി നോക്കാം. മാർക്കറ്റ വെൻഡ്രോസോവയാണ്. ചെക്ക് റിപ്പബ്ലിക്കിന്റെ താരം മാർക്കറ്റ വെൻഡ്രോസോവയാണ് വിംബിൾഡൺ വനിതാ കിരീട ജേതാവെന്ന് പറയുന്നത്. ടുണീഷ്യയുടെ ഓൺസ് ജബ്യൂറിനെയാണ് പരാജയപ്പെടുത്തിയത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ മാർക്കറ്റ വെൻഡ്രോസോവ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ടുണീഷ്യയുടെ ഓൺസ് ജബ്യൂറിനെ പരാജയപ്പെടുത്തിയിട്ടാണ് 2023 വിംബിൾഡൺ വനിതാ കിരീടം നേടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ 6ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 5 ചോദ്യം കഴിഞ്ഞു. 6ാമത്തെ ചോദ്യം. വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വംശജനാണ് അജയ് പാൽ സിംഗ് ബാങ്ക എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അജയ് പാൽ സിംഗ് ബാങ്ക ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ അദ്ദേഹം നമുക്കറിയാം ലോകബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വംശജനാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കിവിടെ 4 സംസ്ഥാനങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? പഞ്ചാബ്, കർണാടക, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. നമുക്ക് നോക്കാം. ഇദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്നുള്ള വ്യക്തിയാണ്. വേൾഡ് ബാങ്കിന്റെ 14ാമത്തെ പ്രസിഡന്റാണ്. വേൾഡ് ബാങ്കിന്റെ 14ാമത്തെ പ്രസിഡന്റാണ് ആരെന്ന് പറയുന്നത്? അജയ് പാൽ സിംഗ് ബാങ്ക. ഇന്ത്യൻ വംശജനാണ് അജയ് പാൽ സിംഗ് ബാങ്ക. അപ്പോൾ ജന്മസ്ഥലം നോക്കിക്കേ, മഹാരാഷ്ട്രയിലെ പുനെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്ന അജയ് ബാങ്കയുടെ ജന്മസ്ഥലം എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ പുനെയാണ്. 2016 ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ടായിരുന്നു. രാജ്യം ഇദ്ദേഹത്തെ 2016 അജയ് സിംഗ് ബാങ്കയെ എന്ത് നൽകി ആദരിച്ചിട്ടുണ്ട്? പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട് എന്ന് ഓർത്തു വെക്കുക. ജോ ബൈഡൻ ആണ് ഇദ്ദേഹത്തെ അന്നേരം ഈ ഒരു വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ടായിരുന്നത് ജോ ബൈഡൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താ? മഹാരാഷ്ട്ര. ഓപ്ഷൻ സി മഹാരാഷ്ട്രയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നമുക്ക് 7th ക്വസ്റ്റ്യൻ നോക്കാം. 2023 ASEAN ഉച്ചകോടിയുടെ വേദി. 2023 ASEAN ഉച്ചകോടിയുടെ വേദി. ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്തേടാ. 2023 ASEAN ഉച്ചകോടിയുടെ വേദി എവിടെയാണെന്ന് പറഞ്ഞേ. ഇപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഇൻ്റർനാഷണൽ സമ്മിറ്റുകളുടെ വേദി ചോദിക്കാറുണ്ട് അല്ലേ? നമുക്ക് നോക്കാം. 42ാമത് ASEAN ഉച്ചകോടി. 2023 42ാമത് ASEAN ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ഇന്തോനേഷ്യ ആയിരുന്നു. 2023 42ാമത് ASEAN ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? ഇന്തോനേഷ്യ. 2023 ASEAN ഉച്ചകോടിയുടെ വേദി ഇന്തോനേഷ്യ. 2024 ലാവോ PDR ആണ് കേട്ടോ, അഥവാ ലാവോസ് ആണ് 2024 ASEAN ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. 2023 വേദി എവിടെയായിരുന്നു? ഇന്തോനേഷ്യ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ദെൻ 8ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 8ാമത്തെ ചോദ്യം ഇതാണ്. 2024 ലോക ഭൗമ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഡേയ്സ് ആൻഡ് തീംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം, ചോദിക്കും. അപ്പോൾ ഭൗമദിനം 2024 ലോക ഭൗമ ദിനത്തിൻ്റെ പ്രമേയം 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഇതിൽ നിന്ന് വായിച്ചിട്ട് എന്ത് ചെയ്യുക? ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നോക്കിക്കേ, 2024 ലോക ഭൗമ ദിനത്തിൻ്റെ പ്രമേയം നമുക്കൊന്ന് നോക്കാം. എന്താണ്? പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നുള്ളതാണ്. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. നോക്കിക്കേ, നമ്മുടെ ഏപ്രിൽ 22 ലോക ഭൗമ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് അല്ലേ? ഏപ്രിൽ 22 നമ്മൾ ലോക ഭൗമ ദിനമായിട്ട് ആചരിക്കുന്നത്. സോ 2024 പ്രമേയം എന്ന് പറയുന്നത് 2024 നമ്മുടെ ലോക ഭൗമ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് എന്താണ്? പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. അപ്പോൾ 1970 ഏപ്രിൽ 22 മുതൽ എന്ന് മുതലാണ് ലോക ഭൗമ ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയെന്ന് ചോദിച്ചാൽ 1970 ഏപ്രിൽ 22 മുതൽ. 1970 ഏപ്രിൽ 22 മുതലാണ് ഭൂമിക്കായി ഒരു ദിനം എന്നുള്ള ആശയം മുന്നിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഭൗമദിനം ആചരിച്ചു തുടങ്ങിയത്. ലോക ഭൗമദിനം, നമ്മൾ എർത്ത് ഡേ, എർത്ത് അവർ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വീട്ടിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ആചരിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, എർത്ത് അവർ. അപ്പോൾ അത് ലോക ഭൗമ ദിനത്തിലാണ് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ 2024 പ്രമേയം നമ്മൾ പഠിച്ചു.
2023 പ്രമേയം നോക്കിക്കേ, ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്. നമ്മുടെ ഗ്രഹത്തിൽ എന്ത് ചെയ്യുക? നിക്ഷേപിക്കുക. നമ്മുടെ ഗ്രഹത്തിൻ്റെ വെൽബീയിങ്ങിനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനർത്ഥം വരുന്നത്. സോ നമ്മുടെ ഗ്രഹത്തിൽ എന്ത് ചെയ്യുക? നിക്ഷേപിക്കുക. ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്. ഓക്കെ, അപ്പം നമുക്കിവിടെ ചോദ്യം എന്തായിരുന്നു? 2024 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയമായിരുന്നു ചോദ്യം വന്നിരുന്നത് അല്ലേ? അപ്പോൾ എന്തായിരുന്നു? പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. കിട്ടിയോ നിങ്ങൾക്ക്? അടുത്തത് 9ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 9ാമത്തെ ചോദ്യം നോക്കിക്കേ. 2024 നമ്മുടെ 18ാമത് ലോക്സഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓക്കെ, 2024 18ാമത് ലോക്സഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. 7 ഘട്ടമായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ആദ്യഘട്ടം 2024 ഏപ്രിൽ 16 102 മണ്ഡലങ്ങളിൽ നടന്നു. ആദ്യഘട്ടത്തിൽ നാഗാലാൻഡിലെ 6 ജില്ലകളിൽ 0% പോളിംഗ് രേഖപ്പെടുത്തി. സോ ഇതിനകത്ത് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കിക്കേ, നമ്മുടെ 2024 18ാമത് ലോക്സഭാ ഇലക്ഷൻ്റെ 1ാം ഘട്ടം നടന്നത് ഏപ്രിൽ 19 2024 ഏപ്രിൽ 19 അല്ലേ? 2024 ഏപ്രിൽ 19, 16 ഏപ്രിൽ 19 അല്ലേ? ആദ്യഘട്ടം നടന്നത് ഏപ്രിൽ 19. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി 62.37% പോളിംഗ്. 21 സംസ്ഥാനങ്ങളും 21 സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ 17 സംസ്ഥാനങ്ങളും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് അതിനകത്ത് വരുന്നത്. അങ്ങനെ 102 മണ്ഡലങ്ങളിലായിട്ടാണ് ആദ്യഘട്ടം ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. 102 മണ്ഡലങ്ങളിലായിട്ട്. ആദ്യഘട്ടത്തിൽ നാഗാലാൻഡിലെ 6 ജില്ലകളിൽ എന്തായിരുന്നു? 0% പോളിംഗ് എന്ന് പറയുന്നത്. കറക്റ്റായിരുന്നു. അതായത് ഗവൺമെൻറ്റിനോടുള്ള അമർഷം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതിഷേധം എന്ന രീതിയിൽ ഇത്തരത്തിൽ വോട്ട് ചെയ്യാതെ ഇരുന്ന 6 ജില്ലകളിൽ 0% പോളിംഗ് എന്ന് പറയുന്നത് നാഗാലാൻഡിൽ. ഓക്കെ, പിന്നീട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെ 7 ഘട്ടങ്ങളിൽ, കണ്ടോ, 7 ഘട്ടങ്ങളിലായിട്ടാണ് ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. 543 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് നടന്നിട്ടുണ്ടായിരുന്നത്. നോക്കിക്കേ, ഏപ്രിൽ 19 2024 ഏപ്രിൽ 19 മുതൽ 2024 ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെ 7 ഘട്ടങ്ങളിലായിട്ട് എത്ര മണ്ഡലങ്ങളിൽ? 543 മണ്ഡലങ്ങളിലായിട്ട്, ലോക്സഭാ മണ്ഡലങ്ങളിലായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. കേരളത്തിൽ 2ാം ഘട്ടമായിരുന്നു. രണ്ടാമത്തെ ഫേസിലായിരുന്നു. ഏപ്രിൽ 26 ഒറ്റഘട്ടമായിട്ട്, അതായത് ഒറ്റ ദിവസം തന്നെ നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഏകദേശം എല്ലാ മണ്ഡലങ്ങളിലും, നമ്മുടെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഏപ്രിൽ 26 ഒറ്റ രീതിയിൽ തന്നെ ഒറ്റ ദിവസം തന്നെ എന്ത് ചെയ്തു? തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്കിനി നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നാലോ. അപ്പോൾ 7 ഘട്ടമായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടന്നത് അല്ലേ? സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്ത് കളയാം. കണ്ടോ, ഇവിടെ സെക്കൻഡ് ഓപ്ഷൻ ഉള്ളതെല്ലാം നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ തന്നെ നമ്മൾ നേരെ ആൻസറിലേക്ക് വന്നതുണ്ടോ? 1 and 3. കണ്ടോ, സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണെന്ന് മനസ്സിലായ ഒരു കുട്ടിക്ക് വേറെ 3ാമത്തെ ഓപ്ഷൻ വായിക്കേണ്ട ആവശ്യം പോലുമില്ല. 3ാമത്തെ ഓപ്ഷൻ ശരിയാണോ തെറ്റാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. നോക്കിക്കേ, സെക്കൻഡ് ഓപ്ഷൻ ഉള്ളതെല്ലാം ഞാനങ്ങ് കട്ട് ചെയ്ത് കളയാണ്. കാരണം സെക്കൻഡ് ഓപ്ഷൻ ശരിയല്ലല്ലോ, അപ്പോൾ നമുക്കിവിടെ ആൻസർ ആയിട്ട് വരത്തില്ല. സോ എ ഓപ്ഷനിൽ സെക്കൻഡ് ഉണ്ട്, ബി ഓപ്ഷനിൽ സെക്കൻഡ് ഉണ്ട്, ഡി ഓപ്ഷനിൽ സെക്കൻഡ് ഉണ്ട്. ദെൻ നമുക്ക് നേരെ ആൻസറിലേക്ക് വരാം. 1 and 3 is the ആൻസർ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, 10ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. 10ാമത്തെ ചോദ്യം, കാൻഡിഡേറ്റ്സ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാര്? ചെസ് എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് ഇപ്പോൾ അധികം ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ റീസെൻ്റ് ആയിട്ട് കാൻഡിഡേറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ ഒരു ഇന്ത്യൻ താരം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കിരീടം നേടിയിട്ടുണ്ടായിരുന്നു. അത് ആരാണെന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്തോളൂ. ആൻസർ എന്താണ്? ഡി ഗുകേഷ് ആണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ടൊറൻഡോയിൽ നടന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു കാൻഡിഡേറ്റ്സ് ചെസ് മത്സരത്തിനകത്ത് അവസാന റൗണ്ട് മത്സരത്തിൽ ലോക 3ാം നമ്പർ താരം അമേരിക്കയുടെ ഹിക്കാരു നക്കാമുറയെ സമനിലയിലാണ് ആര് പരാജയപ്പെടുത്തി, അല്ലെങ്കിൽ സമനിലയിൽ മീൻസ് തളച്ചു ഡി ഗുകേഷ്. അതിനുശേഷം ഈ ഒരു കാൻഡിഡേറ്റ് ചെസ് എന്ന് പറയുന്നത്
ഇതൊരു ക്വാളിഫയിങ് മത്സരമാണ്. ഈ കാൻഡിഡേറ്റ്സ് ചെസ് മത്സരം എന്ന് പറഞ്ഞാൽ ക്വാളിഫയിങ് ആണ്. അതായത് ലോക ചെസ് ചാമ്പ്യൻ്റെ എതിരാളിയെ നിശ്ചയിക്കുന്നതിനുള്ള മത്സരമാണ് ഈ കാൻഡിഡേറ്റ്സ് ചെസ് മത്സരം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം ഒരു ലോക ചെസ് ചാമ്പ്യൻ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ വർഷം ആ ലോക ചെസ് ചാമ്പ്യൻ്റെ കൂടെയായിരിക്കും മത്സരിക്കേണ്ടത്, ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ അങ്ങനെ ആരാണ് അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ ലോക ചെസ് ചാമ്പ്യനെ എതിർക്കേണ്ട അല്ലെങ്കിൽ എതിർ മത്സരാർത്ഥി എന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലൊരു പൊസിഷനിലേക്ക് എത്താനുള്ള ഒരു ക്വാളിഫയിങ് മത്സരമാണ് ഈ കാൻഡിഡേറ്റ്സ് ചെസ് മത്സരം എന്ന് പറയുന്നത്. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടത്തിനായിട്ടുള്ള മത്സരത്തിൽ ഗുകേഷ് ഡിംഗ്ലിറനെ, കഴിഞ്ഞ വർഷത്തെ ചെസ് ചാമ്പ്യനാണ് ഡിംഗ്ലിറൻ, അപ്പോൾ ഡിംഗ്ലിറനെ ഗുകേഷ് എന്ത് ചെയ്തു, നേരിട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഗുകേഷ് കാൻഡിഡേറ്റ്സ് ചെസ് കിരീടം എന്ത് ചെയ്തു, കരസ്ഥമാക്കിയതോടുകൂടി ചെസ് ചാമ്പ്യനെ നേരിടാനുള്ള ആ ഒരു ഘട്ടം എന്ത് ചെയ്തു, ക്വാളിഫൈ ചെയ്തു കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരുന്നത്, കാൻഡിഡേറ്റ്സ് ചെസ് കിരീടം കരസ്ഥമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞത് ആര്? നമ്മുടെ ഡി ഗുകേഷ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ 10ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി, ഡി ഗുകേഷ് ആണ്. 11ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. സുപ്രീം കോടതിയുടെ മുതിർന്ന അഭിഭാഷകനാണ് ഫാലി എസ് നരിമാൻ എന്ന് പറയുന്നത്. ഫാലി എസ് നരിമാൻ അദ്ദേഹം റീസെൻ്റ് ആയിട്ട് അന്തരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അന്തരിച്ചത് എന്നാണെന്നാണ് ചോദ്യം. ഓക്കെ, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേഗം എല്ലാം കമൻറ്റ് ചെയ്യണം. സോ ആൻസർ എന്ന് പറയുന്നത് 2024 ഫെബ്രുവരി 21. ഇദ്ദേഹത്തെക്കുറിച്ച് റീസെൻ്റ് ആയിട്ടൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയെക്കുറിച്ച്. ചോദ്യം ഇങ്ങനെയായിരുന്നു, ബിഫോർ മെമ്മറി ഫെയ്റ്റ്സ് എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ് എന്ന് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ബിഫോർ മെമ്മറി ഫെയ്റ്റ്സ് എന്ന് പറയുന്ന സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള ഫാലിയസ് നരിമാൻ്റെ ആത്മകഥയാണ് ബിഫോർ മെമ്മറി ഫെയ്റ്റ്സ് എന്ന് പറയുന്നത്. അദ്ദേഹം റീസെൻ്റ് ആയിട്ടാണ് അന്തരിച്ചത്. അപ്പോൾ 2024 ഫെബ്രുവരി 21 അദ്ദേഹം അന്തരിച്ചത്. 2024 ഫെബ്രുവരി 21 ഫാലിയസ് നരിമാൻ അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ബിഫോർ മെമ്മറി ഫെയ്റ്റ്സ് എന്നുള്ളതാണ്. ഇനി ദി സ്റ്റേറ്റ് ഓഫ് നേഷൻ, ഗോഡ് സേവ് ദി ഓണറബിൾ സുപ്രീം കോർട്ട്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മറ്റു പ്രധാനപ്പെട്ട കൃതികളാണ്. ദി സ്റ്റേറ്റ് ഓഫ് നേഷൻ, ഗോഡ് സേവ് ദി ഓണറബിൾ സുപ്രീം കോർട്ട്. ഇനി 1991 ഫാലിയസ് നരിമാന് പത്മഭൂഷൺ ലഭിക്കുന്നത്. 2007 പത്മവിഭൂഷൺ ലഭിച്ചു. 1991 പത്മഭൂഷണും 2007 അദ്ദേഹത്തിന് പത്മവിഭൂഷണും 2002 ഗ്രൂബർ പ്രൈസ് ഫോർ ജസ്റ്റിസും അദ്ദേഹത്തിന് ലഭിക്കുകയാണ് ഫാലിയസ് നരിമാന്. ഓക്കെ, ഇപ്പോൾ 2024 ഫെബ്രുവരി 21 അദ്ദേഹം അന്തരിച്ചത് അല്ലേ. 2024 ഫെബ്രുവരി 21. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 12ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, 12ാമത്തെ ചോദ്യം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായിട്ടുള്ള INS മഹേന്ദ്രഗിരിക്ക് ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ യുദ്ധക്കപ്പലാണ് INS മഹേന്ദ്രഗിരി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. നോക്കിക്കേ, 2023 ഓഗസ്റ്റിൽ, ഓക്കെ, മഹേന്ദ്രഗിരിയെക്കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് നമുക്ക് വിന്ധ്യഗിരിയെക്കുറിച്ചൊന്ന് നോക്കണം. ഓക്കെ, വിന്ധ്യഗിരി, മഹേന്ദ്രഗിരിയിലേക്ക് വരാം നമുക്ക്. 2023 ഓഗസ്റ്റിൽ ദ്രൗപദി മുർമു, നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ്, കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ നേവിയുടെ പ്രോജക്റ്റ് 17 ആൽഫയുടെ ഭാഗമായിട്ട്. അപ്പോൾ നമുക്ക് 7 യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാനുള്ള ഇന്ത്യൻ നേവിയുടെ ഒരു പദ്ധതിയാണ് പ്രോജക്റ്റ് 17 ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോജക്റ്റ് 17 ആൽഫ വഴി 7 പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകളാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ 7 യുദ്ധക്കപ്പലുകളിൽ 6ാമത്തെ യുദ്ധക്കപ്പലാണ് INS വിന്ധ്യഗിരി എന്ന് പറയുന്നത്. INS വിന്ധ്യഗിരി ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് 2023 ഓഗസ്റ്റിലാണ് നമ്മുടെ പ്രസിഡന്റ് എന്ത് ചെയ്തത്, ഇത് കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം വിന്ധ്യഗിരി എന്ന് പറയുന്നത് കർണാടകയിലെ മലനിരയാണ്. വിന്ധ്യഗിരി എന്ന് പറയുന്നത് എന്താണ്? കർണാടകയിലെ മലനിരകളാണ്. അപ്പോൾ 2019 മുതൽ 2022 വരെ നമ്മൾ 5 കപ്പലുകളാണ്, യുദ്ധക്കപ്പലുകളാണ് പ്രോജക്റ്റ് 17 ആൽഫ വഴി നമ്മൾ കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. ഈ വിന്ധ്യഗിരി എന്ന് പറയുന്നത് എന്താണ്?
ആറാമത്തെ കപ്പലാണ്, ആറാമത്തെ യുദ്ധക്കപ്പലാണ്. കപ്പലിൻ്റെ 75% ഭാഗവും ഇന്ത്യയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. കപ്പലിൻ്റെ 75% ഭാഗവും നിർമ്മിച്ചിട്ടുള്ളത് എവിടെയാണ്? ഇന്ത്യയിലാണ്. 149 മീറ്റർ നീളമുള്ള കപ്പലിൻ്റെ വേഗം എന്ന് പറയുന്നത് 28 നോട്ടിക്കൽ മൈലാണ് ഈ ഒരു കപ്പലിൻ്റെ വേഗം. സോ നമുക്ക് ബാക്കിയുള്ള കപ്പലുകൾ നോക്കാം. ഇവിടെ നമുക്ക് ബാക്കി 5 കപ്പലുകൾ തന്നിട്ടുണ്ട്. ആറാമത്തതാണ് വിന്ധ്യഗിരി. ആദ്യത്തേത് INS നീലഗിരിയാണ്. നമ്മുടെ നീലഗിരി മലകളെ അതിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്. ഹിമഗിരി നമ്മുടെ നമ്മുടെ എവറസ്റ്റ്, ഹിമത്തിൻ്റെ ആ ഒരു മല, അതിനെയൊക്കെ കാണിക്കുന്നതാണ് ഹിമഗിരി. ദെൻ തേർഡ് വൺ INS ഉദയഗിരിയാണ്. ഇന്ത്യൻ നേവൽ ഷിപ്പ് ഉദയഗിരി. അപ്പോൾ ഉദയഗിരി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ മലനിരകളാണ്. ഓക്കെ, ഉദയഗിരി എന്ന് പറയുന്നത് എന്താണ്? ആന്ധ്രാപ്രദേശിലെ മലനിരകളാണ്. ആന്ധ്രാപ്രദേശിലെ മലനിരകളാണ് എന്തെന്ന് പറയുന്നത്? ഉദയഗിരി എന്ന് പറയുന്നത്. ഇനി ദുണഗിരി എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ മലനിരകളാണ്. ഉത്തരാഖണ്ഡിലെ മലനിരകളാണ് ദുണഗിരി. ഇനി താരഗിരി എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരാഖണ്ഡിലെ തന്നെ ഹിമാലയത്തിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഹിൽ റേഞ്ചാണ് താരഗിരി എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരാഖണ്ഡിലെ നമ്മുടെ ഹിമാലയൻ റീജിയണിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള, അതായത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഗർവാൾ മേഖലയിലുള്ള മലനിരകളാണ് എന്തെന്ന് പറയുന്നത്? താരഗിരി എന്ന് പറയുന്നത്. അടുത്ത 7ാമത്തെ കപ്പലിൻ്റെ പേരെന്തായിരിക്കും? മഹേന്ദ്രഗിരി എന്നായിരിക്കും. മഹേന്ദ്രഗിരി എന്ന് പറയുന്നത് ഒഡീഷയിലെ മൗണ്ടൻ പീക്കുകളാണ്. ഒഡീഷയിലെ നമ്മുടെ ഈസ്റ്റേൺ ഗാട്സ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഈസ്റ്റേൺ ഗാട്സിലെ മൗണ്ടൻ പീക്ക് റേഞ്ചാണ് ഏത്? മഹേന്ദ്രഗിരി എന്ന് പറയുന്നത്. സോ നമ്മുടെ ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് മഹേന്ദ്രഗിരി. ഓക്കെ, ഇന്ത്യയുടെ ഏറ്റവും പുതിയ 7ാമത്തെ യുദ്ധക്കപ്പൽ. ഓക്കെ, 7ാമത്തെ യുദ്ധക്കപ്പലാണ് മഹേന്ദ്രഗിരി എന്ന് പറയുന്നത്. സോ മഹേന്ദ്രഗിരി എന്ന് പറയുന്നത് ഒഡീഷ, അല്ലേ? ഒഡീഷയിലെ മലനിരകളുടെ പേരാണ് മഹേന്ദ്രഗിരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 7ാമത്തെ കപ്പലിൻ്റെ പേരെന്താണ്? മഹേന്ദ്രഗിരി, INS മഹേന്ദ്രഗിരി. ഒഡീഷയിലെ മലനിരകളാണ് മഹേന്ദ്രഗിരി എന്ന് പറയുന്നത്. അപ്പോൾ നീലഗിരി, ഹിമഗിരി, ഉദയഗിരി, ദുണഗിരി, താരഗിരി, വിന്ധ്യഗിരി, അതുപോലെ തന്നെ മഹേന്ദ്രഗിരി. വിന്ധ്യഗിരി നമ്മൾ പറഞ്ഞു. വിന്ധ്യഗിരി എന്ന് പറയുന്നത് കർണാടകയിലെ മൗണ്ടൻ റേഞ്ചുകളാണ് വിന്ധ്യഗിരി എന്ന് പറയുന്നത്. മഹേന്ദ്രഗിരി ഒഡീഷയിലത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം 13ാമത്തെ ചോദ്യം നോക്കാം. 13ാമത്തെ ചോദ്യം, 2024 മെയ്യിൽ ഗൂഗിളിൻ്റെ വാർഷിക കോൺഫറൻസിനോടനുബന്ധിച്ച് സെർച്ചിങ്ങിന് വേണ്ടി അവതരിപ്പിച്ച AI അസിസ്റ്റൻ്റ് ഏതെന്നാണ് ചോദ്യം. അപ്പം നിങ്ങളിതിന്ന് ആൻസറിലേക്ക് എത്തിയേ. ഗൂഗിളിൻ്റെ വാർഷിക കോൺഫറൻസിനോടനുബന്ധിച്ച് സെർച്ചിങ്ങിനായിട്ട് അവതരിപ്പിച്ച AI അസിസ്റ്റൻ്റ് ഏതാണ്? യെസ്, അസ്ത്രയാണ് റീസെൻ്റായിട്ട് നമ്മുടെ ഗൂഗിളിൻ്റെ വാർഷിക കോൺഫറൻസിനോടനുബന്ധിച്ച് സെർച്ചിങ്ങിനായിട്ട് അവതരിപ്പിച്ച AI അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് അമേരിക്കൻ AI റിസർച്ച് ലാബ് ഡീപ്പ് മൈൻഡാണ് ഈ ഒരു പ്രോജക്റ്റ് അസ്ത്ര എന്ന AI അസിസ്റ്റൻ്റ് അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അസിസ്റ്റൻ്റ് എന്ത് ചെയ്തത്? അവതരിപ്പിച്ചത്. അപ്പോൾ സെർച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഒരു ടെക്സ്റ്റ് നൽകിയിട്ട്, ഇപ്പോൾ ഞാൻ പറയുവാണ് ലയൺ ചേസിങ് എ ഡിയർ എന്ന് ഞാനൊരു ടെക്സ്റ്റായിട്ട് കൊടുക്കുമ്പോൾ ഇതെനിക്ക് ചിത്രമായിട്ട് വരും. അതായത് ഒരു മാനിനെ വേട്ടയാടാനായിട്ട് അതിൻ്റെ പുറകെ ഓടുന്ന ഒരു മാനിനെ വേട്ടയാടാൻ എൻ്റെ പുറകെ ഓടുന്ന സിംഹത്തിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതെനിക്കൊരു ഫോട്ടോ ആയിട്ട് കിട്ടും. അതാണ് വാചകത്തെ ചിത്രങ്ങളാക്കാൻ പറ്റുന്ന ഇമേജിൻ 3യും വാചകത്തെ വീഡിയോ ആക്കാൻ പറ്റുന്ന VOയും 2 AI അസിസ്റ്റൻറ്റുകളും കൂടി അവതരിപ്പിച്ചു. അപ്പോൾ ഇത് VOയിൽ കൊടുത്താൽ എനിക്കിത് വീഡിയോ ആയിട്ട് കിട്ടും. ലയൺ ഇങ്ങനെ മാനിനെ ചേസ് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ വാചകത്തെ ചിത്രങ്ങളാക്കാൻ ഇമേജിൻ 3യും വാചകത്തെ വീഡിയോ ആക്കാൻ VOയും സെർച്ചിങ്ങിനായിട്ട് അവതരിപ്പിച്ചത് അസ്ത്രയാണ്. ഇനി നമുക്ക് 14ാമത്തെ ചോദ്യം നോക്കാം. നമ്മുടെ 13ാമത്തെ ചോദ്യമാണ് നമ്മൾ നോക്കിയല്ലേ. 14ാമത്തെ ചോദ്യം നോക്കാം. 14ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവനയാണ് ചോദ്യം. അടുത്തിടെ 10 വർഷത്തേക്ക് ഇന്ത്യ നിയന്ത്രണം ഏറ്റെടുത്ത അഫ്ഗാനിസ്ഥാനിലെ തന്ത്രപ്രധാനമായ തുറമുഖമാണ് ചബഹാർ.
ആദ്യമായാണ് ഇന്ത്യ ഒരു വിദേശ തുറമുഖത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് 1 മാത്രം തെറ്റ്, 2 മാത്രം തെറ്റ്, 1ഉം 2ഉം തെറ്റാണ്, ഇവയൊന്നുമല്ല എന്ന് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ആൻസർ നോക്കാം. 2024 മെയ്യിൽ ഇന്ത്യ 10 വർഷത്തേക്ക് നിയന്ത്രണം ഏറ്റെടുത്ത ഇറാനിലെ തന്ത്രപ്രധാനമായിട്ടുള്ള തുറമുഖമാണ് ചബഹാർ. അപ്പം നിങ്ങൾക്ക് അറിയാം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് അല്ലേ. അഫ്ഗാനിസ്ഥാനിലെ അല്ല, ഇറാനിലെ. റീസെൻ്റായിട്ട് ഇന്ത്യ 10 വർഷത്തേക്ക് നിയന്ത്രണം ഏറ്റെടുത്ത ഇറാനിലെ തന്ത്രപ്രധാനമായിട്ടുള്ള തുറമുഖമാണ് ഏത്? ചാബഹാർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ത്യ ഒരു വിദേശ തുറമുഖത്തിന് നിയന്ത്രണം ഏറ്റെടുക്കുന്നത്. അത് കറക്റ്റാണ് കേട്ടോ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സോ ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് ആണ് ഈ ഒരു ചാബഹാർ ഷാഹിദ് ബെഹസ്തി എന്ന് പറയുന്ന തുറമുഖത്തിന് നിയന്ത്രണം ഏറ്റെടുത്തത്. അപ്പോൾ ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് ആണ് ഈ തുറമുഖത്തിന് നിയന്ത്രണം ഏറ്റെടുത്തത്. ചബഹാർ തുറമുഖത്തിന് 72 കിലോമീറ്റർ അകലെയാണ് പാകിസ്ഥാൻ്റെ ഗ്വാദാർ തുറമുഖം എന്ന് പറയുന്നത്. അതാണ് ആ സ്ട്രാറ്റജിക് പോർട്ട്, ആ ഒരു സ്ട്രാറ്റജിക് പൊസിഷൻ എന്ന് പറയുന്നത്. തൊട്ടടുത്ത് തന്നെ പാകിസ്ഥാനിലെ ഗ്വാദാർ തുറമുഖമുണ്ട്. സോ ആ റീജിയണിലെ ഒരു ഇമ്പോർട്ടൻസ് ഇന്ത്യക്ക് കൂടി കിട്ടും. ഓക്കെ, അപ്പോൾ അത് വലിയൊരു പോയിൻ്റാണ്. ഇതിൻ്റെ 72 കിലോമീറ്റർ അകലെയാണ് പാകിസ്ഥാനിലെ ഗ്വാദാർ തുറമുഖം. സോ ഇവിടെ നമുക്ക് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ചോദ്യം. 1 മാത്രമാണ് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കറക്റ്റാണ്. ഓക്കെ, നമുക്കിപ്പോൾ 15ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 15ാമത്തെ ചോദ്യം. 2024 മെയ്യിൽ നമ്മുടെ കേന്ദ്ര വ്യവസായ സുരക്ഷാ സേന, അതായത് CISF, നമ്മുടെ CISF സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, നമ്മുടെ പാർലമെൻറ്റിൻ്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തു അല്ലേ. കാരണം 2023 ഡിസംബറിൽ ആ ഒരു സമയത്ത് നമ്മുടെ പാർലമെൻറ്റിന് നേരെ ഒരു അറ്റാക്ക് ഉണ്ടായി. സോ പാർലമെൻറ്റ് കൂടുതൽ സുരക്ഷാ ചുമതല CISFനാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ അത് ആരിൽ നിന്നാണ് ഈ ഒരു സുരക്ഷാ ചുമതല CISF ഏറ്റെടുത്തത് എന്നാണ് ചോദ്യം. CRPF, NSG, ഡൽഹി പോലീസ്, BSF. സോ ആൻസർ എന്ന് പറയുന്നത് ഡൽഹി പോലീസിൽ നിന്നാണ്. ഓക്കെ, ഇപ്പോൾ ഡൽഹി പോലീസിൽ നിന്നാണ് നമ്മുടെ പാർലമെൻറ്റ് സുരക്ഷാ ചുമതല ആരെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്? നമ്മുടെ കേന്ദ്ര വ്യവസായ സുരക്ഷാ സേന ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ 2023 ഡിസംബറിൽ നടന്ന ആക്രമണ സംഭവം, പാർലമെൻറ്റിന് നേരെ നടന്ന ആക്രമണ സംഭവത്തിന് പിന്നാലെയാണ് സുരക്ഷാ ചുമതല ആർക്ക് കൈമാറിയത്? CISFന് കൈമാറിയത്. ഓക്കെ, ഇപ്പോൾ 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 15 മേഖല നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം, ഓക്കെ, എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റി ഈ 15 ടോപ്പിക്കിൽ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. സോ നമ്മൾ കൂടുതൽ കുട്ടികളെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു റിവിഷൻസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. കാരണം ഇത് ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് റിവിഷൻ ആയാൽ മാത്രമേ കറണ്ട് അഫെയർസ് നമുക്ക് ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. നമ്മൾ ഒത്തിരി ഫാക്റ്റുകൾ പഠിക്കുന്നവരാണ് അല്ലേ. നമ്മൾ കറണ്ട് അഫെയർസ് മാത്രമല്ല അല്ലാതെ കുറേ ടോപ്പിക്ക് പഠിക്കുന്നവരാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ഓർത്തിരിക്കാൻ ഇത്തരത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളെ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മുടങ്ങാതെ ഈ ചാലഞ്ച് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നമുക്ക് മറ്റൊരു റാപ്പിഡ് 15 ചാലഞ്ചുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.